എൻ്റെ റേഞ്ച് നമ്മുടെ ചുരിദാറിൻ്റെ വീഡിയോയാണ്. ഫസ്റ്റ് ഡിസൈൻ വരുന്നത് കോൺട്രാസ്റ്റ് മാച്ചിങ് വരുന്ന ഐറ്റം കേട്ടോ. ഇതൊരു റിങ്കിൾ സിൽക്ക് എന്ന് പറഞ്ഞൊരു ഫാബ്രിക്കാണ്. സിൽക്ക് മിക്സ് ആട്ടോ, അതായത് ചെറിയ ചുളുക്കം പോലെ അതിലുണ്ട്, അതുകൊണ്ടാണ് റിങ്കിൾ സിൽക്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് ആ ഒരു മെറ്റീരിയലിന്റെ ഡിസൈൻ ആട്ടോ അതിന്റെ ചുളുക്കം വരുന്നത്. പിന്നെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ, സിൽക്ക് മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് വാഷ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സെപ്പറേറ്റ് വാഷ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മുക്കി എടുത്താൽ മതി. എപ്പോഴും വാഷ് ചെയ്ത് ഉപയോഗിക്കരുത് കേട്ടോ, കാരണം ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. പിന്നെ ദുപ്പട്ടയും നല്ല കോമ്പിനേഷൻ ആട്ടോ. ഇതിന്റെ കളേഴ്സ് എല്ലാം കോൺട്രാസ്റ്റ് മാച്ചിങ് വന്നിരിക്കുന്ന കളേഴ്സ് എല്ലാം അടിപൊളിയാണ്. ഇത് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ്. ദുപ്പട്ടയുടെ പ്രിന്റും എല്ലാം ബാട്ടിക്കിന്റെ പ്രിന്റ് തന്നെ, ടോപ്പിലും ഉണ്ട് ദുപ്പട്ടയിലും ഉണ്ട്. യോക്ക് പോർഷനിൽ ഇതേപോലെ ചെറിയൊരു ബീഡ്സും ത്രെഡും യൂസ് ചെയ്തിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നതും പ്രിന്റ് തന്നെയാണ് കേട്ടോ, ആ ഒരു യെല്ലോ ഷെയ്ഡിൽ. ഇതിന്റെ നമ്പർ വരുന്നത് M440, റേറ്റ് 1166. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആൻഡ് മജന്ത അല്ല കേട്ടോ, ഒരു ഒനിയൻ പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാം. നമുക്ക് ടോപ്പിന്റെ കളറും ആഷ് അല്ല, ബ്ലൂ ചേർന്നിട്ടുള്ള കളർ. ഭയങ്കര ആഷ് അല്ല, ഭയങ്കര ബ്ലൂ അല്ല, ഇടയ്ക്ക് നിൽക്കുന്ന കളറാണ്. നല്ല കോമ്പിനേഷൻസ് ആയാലും നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. ഒരെണ്ണം പോലും നമുക്ക് അതിന് കുറ്റം പറയാൻ തോന്നില്ല, എല്ലാം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ബോട്ടം വരുന്നതും സെയിം തന്നെ ആ ഒരു പ്രിന്റ് ആട്ടോ, നല്ല കളർ കോമ്പിനേഷൻ. ഇതിന്റെ നമ്പർ വരുന്നത് M446, റേറ്റ് 1100. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. ഭയങ്കര ഓവർ മഞ്ഞൊന്നുമില്ല കേട്ടോ, നല്ല രസമുള്ള ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് മുമ്പേ കാണിച്ചില്ലേ, ആ ഒരു ആഷ് കൂടിയിട്ടുള്ള ബ്ലൂ കളർ, അതാണ് ഇതിന് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാട്ടോ, ഫുൾ പ്രിന്റഡ് ആയിട്ട്. ഇത് കോട്ടൺ തന്നെ ഫാബ്രിക് ആണ്. ടോപ്പും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കോട്ടൺ പോലെ ഇരിക്കും, പക്ഷേ സിൽക്ക് മിക്സ് ആണ്. റിങ്കിൾ സിൽക്ക് എന്ന് പറഞ്ഞിരുന്ന മെറ്റീരിയൽ ആട്ടോ. ഇതും ഞാൻ പറഞ്ഞില്ല, വാഷ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാം. എപ്പോഴും ഇങ്ങനെ റഫായിട്ട് എടുത്ത് വാഷ് ചെയ്യേണ്ട. ഇതിൽ ആ ഒരു ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നുണ്ട്, കാണാൻ നല്ല കേട്ടോ. ഏകദേശം ഒരു 46-47 ഒക്കെയാണ് നമുക്ക് ടോപ്പിന് ലെങ്ത് വരുന്നത്. ദുപ്പട്ട ഒരു 2.25 വെച്ച് വെക്കുന്നുണ്ടാവും. ടാസൽസ് വരുമ്പോൾ 2.3 അടുത്ത് കാണും കേട്ടോ. ഇതിന്റെ ബോട്ടം ഞാൻ കാണിച്ചില്ലേ, ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതിന്റെ നമ്പർ വരുന്നത് M447, റേറ്റ് 1100. ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിങ്കിന്റെ ഡാർക്ക് പിങ്കിന്റെ ഷെയ്ഡാണ്. സാധാരണ പിങ്ക് അല്ല കേട്ടോ, കുറച്ച് നല്ല കളറാണ്. പിന്നെ ദുപ്പട്ട വരുന്നത് ഒരു പേസ്റ്റൽ ടൈപ്പ് ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ബാക്കി പ്രിന്റും ആ ഡിസൈനും എല്ലാം സെയിം തന്നെയാണ്. ചെറിയൊരു ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ഇതിൽ ചെയ്തിട്ടുണ്ട്. ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ട് ഡിസൈനൊക്കെ മിക്സ് ചെയ്തിട്ടാട്ടോ ചെയ്തേക്കുന്നത്. ഇതുപോലെ വരും. പിന്നെ താഴെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ്, അതുപോലെ ഫുൾ പ്രിന്റ് ആണ്. പിന്നെ നമ്പർ M445, റേറ്റ് 1100, 1100.